ഇന്ന് നമുക്ക് കണവ അല്ലെങ്കിൽ കൂന്തൽ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തോരൻ തയ്യാറാക്കാനായിട്ട് 350 ഗ്രാം കണവ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ്. നീളത്തിന് കട്ട് കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കണവ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർക്കുവാണ്. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കണവ വേകാനായിട്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണവ നന്നായിട്ട് ചൂടാകുമ്പോൾ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളത്തിൽ കണവ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പം നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. കണവ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1.5 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതുപോലൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 12 ഉള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഉള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിന് ചതച്ചെടുക്കുക. ഇതുപോലെ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കണവ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് കണവ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 25 മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. കണവയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേഗിന് വ്യത്യാസം വരും. അപ്പോൾ ഞാനിതിലേക്ക് ഇനി 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 മിനിറ്റോളം എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ടും കണവയിലേക്ക് അരപ്പ് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ട് കണവയിലേക്ക് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ കണവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്തതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവ അല്ലെങ്കിൽ കൂന്തൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.